ഗുഡ് മോർണിംഗ് 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ജനുവരി 5 വെള്ളിയാഴ്ച, ധനു 20. 100 ന്യൂസ് തുടങ്ങുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 212 പോയിന്റുമായി കോഴിക്കോട് മുന്നിൽ. 210 പോയിന്റ് വീതമുള്ള തൃശൂരും കണ്ണൂരും 2-3 സ്ഥാനങ്ങളിൽ. നാടകവും ചെണ്ടമേളവും ഇന്ന് അരങ്ങിലെത്തും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അറബിക്കടലിൽ ന്യൂനമർദ്ദം. തെക്കൻ ജില്ലകളിൽ മഴ കനത്തേക്കും. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കില്ല. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹിയിൽ അന്തരീക്ഷ താപനില 7 ഡിഗ്രി സെൽഷ്യസിൽ താഴെ. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിൽ വരുന്ന 3 ദിവസം വരെ ശൈത്യതരംഗം തുടരും. ഇറാനിലെ ഇരട്ട സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് IS. ടെലഗ്രാമിലൂടെയാണ് ISന്റെ പ്രസ്താവനയെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ്. ആക്രമണത്തെ അപലപിച്ച് UN രക്ഷാസമിതി. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് 103 പേർ. ആക്രമണം ആസൂത്രണം ചെയ്തവരെ വെറുതെ വിടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി കുടുംബം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ഇരിക്കും. പ്രതികളെ പിടിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും യുവതിയുടെ കുടുംബം. അങ്കമാലി ഏർബൻ സഹകരണ ബാങ്കിൽ വായ്പാ ക്രമക്കേടെന്ന് ആരോപണം. വായ്പ എടുക്കാത്തവർക്ക് ജപ്തി നോട്ടീസ്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിന് തിരിച്ചടവിനത്തിൽ കിട്ടാനുള്ളത് 102 കോടി രൂപ. ഭരണസമിതി അംഗങ്ങളും കോടിക്കണക്കിന് രൂപ ഈടുവയ്ക്കാതെ വായ്പയെടുത്തെന്ന് കണ്ടെത്തൽ. ഒക്ടോബർ 7-നുണ്ടായ ഹമാസ് ആക്രമണത്തെ ചെറുക്കുന്നതിലെ വീഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഇസ്രയേൽ. പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി പ്രതിരോധ സേനാ മേധാവി ഹേഴ്സി ഹലേവി. ഗസയ്ക്കായുള്ള യുദ്ധാനന്തര പദ്ധതികൾ അവതരിപ്പിച്ച് പ്രതിരോധ മന്ത്രി. ഗസയിൽ മരണസംഖ്യ 22,438. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തുടരുന്നു. മോദി കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് CPIM വിമർശനം. മോദിയുടെ വരവ് തൃശൂരിൽ BJPക്ക് നേട്ടം ഉണ്ടാക്കില്ലെന്ന് CPIM വിലയിരുത്തൽ. ഗവർണറുമായി ഇടഞ്ഞു നിൽക്കുന്ന സർക്കാരിന് കടുത്ത വെല്ലുവിളിയായി നയപ്രഖ്യാപന പ്രസംഗം. ഈ മാസം അവസാനം ഗവർണറുടെ പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം തുടങ്ങുക. പ്രതിസന്ധിയിൽ. ശബരിമലയിൽ തീർത്ഥാടകരുടെ പ്രവാഹം തുടരുന്നു. ഇന്നലെ മാത്രം 18-ാം പടി ചവിട്ടിയത് 90,000-ലധികം ഭക്തർ. ഒരാഴ്ചയായി തുടരുന്ന അരവണ വിതരണത്തിലെ പ്രതിസന്ധിക്ക് ഇനിയും പരിഹാരമായില്ല. പശ്ചിമബംഗാളിൽ ഇന്ത്യ സഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷം. 6 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് കോൺഗ്രസ്. 2-ൽ കൂടുതൽ സീറ്റ് നൽകാനാകില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ്. കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾക്ക് എതിരെ സംയുക്ത പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലും സമവായമായില്ല. രഞ്ജി ട്രോഫിയിൽ കേരളം ഉത്തർപ്രദേശിനെതിരെ. മത്സരം ഇന്ന് മുതൽ ആലപ്പുഴ SD കോളേജ് ഗ്രൗണ്ടിൽ. സഞ്ജു സാംസൺ നയിക്കുന്ന കേരള ടീമിൽ ബേസിൽ തമ്പി, ശ്രേയസ് ഗോപാൽ, രോഹൻ കുന്നുമൽ തുടങ്ങിയ താരങ്ങളും. കേരളത്തിലെ പ്രധാന വാർത്ത. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന കേരള പുരസ്കാരം മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജലസേചന വകുപ്പിന് കീഴിലുള്ള കുപ്പിവെള്ളം ഹില്ലി അക്വ കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം തുടങ്ങി. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായാണ് ഹില്ല അക്വ റെയിൽവേ സ്റ്റേഷനുകൾ വഴി വിതരണം നടത്തുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പന്തളം വയറപ്പുഴ പാലം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. അധിക തുക അനുവദിക്കുന്നതിൽ മാനദണ്ഡത്തിൽ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതോടെയാണ് തടസ്സങ്ങൾ നീങ്ങിയത്. യാഥാർത്ഥ്യമാകുന്നത് 2011-ൽ പ്രഖ്യാപിച്ച പദ്ധതി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ ഉദ്ഘാടനം ഇന്ന്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച ചെറുതോണിപ്പാലവും നാടിന് സമർപ്പിക്കും. തിരുവനന്തപുരം വെള്ളനാട് ഉറിയക്കോട് 1 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പോലീസ്. കുട്ടിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാണെന്ന് പോലീസിന്റെ നിഗമനം. തിരുവല്ലയുടെ കിഴക്കൻ മേഖലയിൽ മണ്ണെടുപ്പും മണ്ണുകടത്തും വ്യാപകം. പാടശേഖരങ്ങൾ കരഭൂമിയായി മാറിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം.
ആലപ്പുഴ നഗരത്തിൽ അടുത്തിടെ നടന്ന മോഷണ പരമ്പരകളിലെ പ്രതികൾ ഇപ്പോഴും കാണാമറയത്ത്. കഴിഞ്ഞ 5 മാസത്തിനിടെ നടന്ന മോഷണങ്ങളിലെ പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തതിൽ പോലീസിനെതിരെ വ്യാപക പരാതി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവശ്യ മരുന്നുകൾ ഇല്ലാതെ രോഗികൾ വലയുന്നു. മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ളത് 130 കോടി രൂപ. ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകളും ആന്റിബയോട്ടിക് ഉൾപ്പെടെ ഫാർമസിയിൽ ഇല്ലെന്ന് പരാതി. കോട്ടയം തീക്കോയി വാഗമൺ റോഡിന്റെ ഇരുവശങ്ങളും കാട് മൂടിയത് അപകട ഭീഷണിയാവുന്നു. കാട് വെട്ടിത്തെളിക്കണമെന്ന ആവശ്യം ശക്തം. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ മതിയായ ഡോക്ടേഴ്സ് ഇല്ലെന്ന പരാതി. വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് പോലും ചികിത്സ ലഭിക്കുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. കാലിക്കറ്റ് അഡ്വർടൈസിംഗ് ക്ലബിന് പുതിയ ഭാരവാഹികൾ. ശ്രീജിത്ത് കടത്തനാടാണ് പ്രസിഡന്റ്. സെക്രട്ടറിയായി KE ഷിബിനെയും ട്രഷററായി AR അരുണിനെയും തെരഞ്ഞെടുത്തു. ജില്ലയിലെ മാധ്യമങ്ങളിലെയും പരസ്യ ഏജൻസികളിലെയും പരസ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് കാലിക്കറ്റ് അഡ്വർടൈസിംഗ് ക്ലബ്. കോഴിക്കോട് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കോക്കോ ഫിലിം ഫെസ്റ്റ് ഇന്ന് മുതൽ. പ്രദർശനം ശ്രീ തിയേറ്ററിലും ശ്രീ തിയേറ്റർ കോമ്പൗണ്ടിലുള്ള വേദി മിനി തിയേറ്ററിലും 40ഓളം സിനിമകൾ പ്രദർശിപ്പിക്കും. പ്രവേശനം സൗജന്യമാണ്. കുതിരാനിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. തുരങ്കത്തിനുള്ളിലെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് നടക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം. 3 മാസത്തോളം ഗതാഗതം നിയന്ത്രിക്കും. കോഴിക്കോട് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ 40 റോഡുകളുടെ നിർമ്മാണം തുടങ്ങി. പ്രസിഡന്റ് സബിത മണക്കുനിയും വൈസ് പ്രസിഡന്റ് FM മുനീറും ഉദ്ഘാടനം ചെയ്തു. വികസന സ്ഥിരം സമിതി അധ്യക്ഷ നിഷില കോരപ്പാണ്ടി അധ്യക്ഷയായി. കോഴിക്കോട് തൊഴിലുറപ്പ് തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് മാവൂർ ചെറുപ്പ സ്വദേശി മാളു. നിർമ്മാണ ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കോട്ടയം ജില്ലാ ക്ഷീരസംഗമത്തിന് ഇന്ന് കടുത്തുരുത്തിയിൽ തുടക്കം. അറുന്നൂറ്റിമംഗലം സെയിന്റ് തോമസ് മലകയറ്റപ്പള്ളി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. വിളംബര ജാഥ നടന്നു. മോൻസ് ജോസഫ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. മലപ്പുറം വളാഞ്ചേരിയിൽ കാട്ടുപന്നി ശല്യത്തെ തുടർന്ന് കർഷകർ ദുരിതത്തിൽ. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിയാണ് നശിപ്പിച്ചത്. കണ്ണൂർ കരിവെള്ളൂരിലെ സർവീസ് റോഡിൽ മഴയെ തുടർന്ന് വെള്ളം കയറി. വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ. കണ്ണൂർ അയ്യൻകുന്ന് പാളത്തിൻകടവിൽ 2 തവണ കടുവയെ കണ്ടതായി പ്രദേശവാസികൾ. ജാഗ്രതാ നിർദ്ദേശവുമായി വനം വകുപ്പ്. മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കി. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർക്കാർ ഫാർമസിയിൽ പല മരുന്നുകളും ലഭ്യമല്ലെന്ന് പരാതി. ആന്റിബയോട്ടിക്കുകൾ, കുട്ടികൾക്കുള്ള സിറപ്പുകൾ, കാൽസ്യം ഗുളികകൾ തുടങ്ങിയവ ലഭിക്കുന്നില്ല. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വയനാട് ജില്ലയിലെത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന. 13 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രം ഇക്കാലയളവിൽ എത്തിയത് 3 ലക്ഷത്തിലേറെ സഞ്ചാരികൾ. ടിക്കറ്റ് വരുമാനമായി ലഭിച്ചത് 1.5 കോടിയോളം രൂപ. വല്ലാർപാടം സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 125ാം വാർഷികാഘോഷം ഇന്ന് രാവിലെ 9 മണിക്ക് ജസ്റ്റിസ് ബസന്ത് ബാലാജി ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം എടവണ്ണയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 5 ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് നശിപ്പിച്ചത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി SFI കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ഒരുങ്ങി. മന്ത്രി V ശിവൻകുട്ടി ഹെൽപ്പ് ഡെസ്ക് സന്ദർശിച്ചു. കരാർ കാലാവധി ഡിസംബറിൽ അവസാനിച്ചതോടെ മൂവാറ്റുപുഴ നഗര റോഡ് വികസനം പൂർണ്ണമായി സ്തംഭിച്ചു. കരാർ കാലാവധി അവസാനിക്കുമ്പോൾ റോഡ് വികസനത്തിന്റെ 10% പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആഭ്യന്തര സർവീസുകൾ ഇന്നു മുതൽ ശംഖുമുഖം ആഭ്യന്തര ടെർമിനലിൽ നിന്ന്. നിലവിൽ ചാക്കയിലെ അന്താരാഷ്ട്ര ടെർമിനലിൽ നിന്നുള്ള ബംഗളൂരു, ചെന്നൈ, കണ്ണൂർ സർവീസുകൾക്കാണ് മാറ്റം. കേരള സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റ് ഇന്നു മുതൽ. മത്സരം കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ. 1000ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. സമുദ്രമേഖലയിലെ വികസന സാധ്യതകൾ ചർച്ച ചെയ്യാൻ ഉന്നതതല ദേശീയ ശില്പശാല ഇന്ന് കൊച്ചിയിൽ. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെയും തീരദേശ സംസ്ഥാനങ്ങളിലൂടെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. നോക്കാം പ്രധാന അറിയിപ്പുകൾ. ട്രാക്കിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് ഇന്നു മുതൽ കോട്ടയം വഴി തിരിച്ചുവിടും. നിയന്ത്രണം ഈ മാസം 13 വരെ. മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം ടൗൺ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ച് റെയിൽവേ.
കൊല്ലം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഇന്നും നാളെ നടത്താനിരുന്ന ജില്ലാ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ സിറ്റിംഗ് മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഏലൂർ നഗരസഭയുടെ ഏർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. ഈ മാസം 8 വരെ അപേക്ഷ സമർപ്പിക്കാം. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിൽ റേഡിയോഗ്രാഫർ ട്രെയിനിയുടെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 10 രാവിലെ 11 മണിക്ക്. തിരുവനന്തപുരം പിരപ്പൻകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കണോമിക്സ് അധ്യാപക ഒഴിവ്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ. 100 ന്യൂസിലേക്ക് തിരികെ ഇനി ദേശീയ വാർത്തകൾ. പഞ്ചാബിലെ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് ഭീഷണിയായി ബ്ലൈറ്റ് ഫംഗസ് ബാധ. പ്രതിസന്ധിയിലായത് ഗോതമ്പ് കൃഷി വിട്ട് ഉരുളക്കിഴങ്ങ് കൃഷിയിലേക്ക് എത്തിയവർ. 12,000 ഹെക്ടറിലെ വിളകൾ നശിച്ചെന്ന് കൃഷിവകുപ്പ്. നേപ്പാളുമായി പുതിയ വൈദ്യുത കരാറിൽ ഏർപ്പെട്ട് ഇന്ത്യ. അടുത്ത 10 വർഷത്തിനുള്ളിൽ 10,000 മെഗാവാട്ട് വൈദ്യുതി കയറ്റുമതി ചെയ്യും. കരാർ സംബന്ധിച്ച് ധാരണയായത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ ഊർജ്ജമന്ത്രി ശക്തി ബഹാദൂർ ബാസ്നെറ്റും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ. രാജസ്ഥാൻ മുൻ മന്ത്രി പ്രമോദ് ജെയിൻ ഭയക്കെതിരെ പുതിയ കേസ്. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, പിടിച്ചുപറി എന്നീ വകുപ്പുകൾ ചുമത്തി വാരാണസി പോലീസ്. മഹാദേവ് ബെറ്റിംഗ് ആപ്പ് കേസിൽ പുതിയ കുറ്റപത്രം സമർപ്പിച്ച് ED. കേസിൽ ദുബായിൽ പിടിയിലായ രവി ഉപ്പൽ, സൗരഭ് ചന്ദ്രാകർ എന്നിവരെ കൈമാറാനുള്ള നടപടികൾ ഊർജിതം. കുറ്റപത്രം നൽകിയത് റായ്പൂരിലെ പ്രത്യേക കോടതിയിൽ. കൈക്കൂലി കേസിൽ പെസോ ഉദ്യോഗസ്ഥരടക്കം 4 പേർ രാജസ്ഥാനിൽ പിടിയിൽ. ലൈസൻസിൽ കൃത്രിമം കാണിക്കാൻ സൂപ്പർ ശിവശക്തി കെമിക്കൽ ഡയറക്ടർ ദേവി സിംഗ് നൽകിയത് 10 ലക്ഷം രൂപ. ഒഡീഷയെ അയോധ്യയുമായി ബന്ധിപ്പിക്കുന്ന 2 പാസഞ്ചർ ട്രെയിനുകൾ അവതരിപ്പിക്കാൻ സാധ്യത. ഒരു ട്രെയിൻ പുരിക്കും ദർശൻ നഗറിനും ഇടയിൽ സർവീസ് നടത്തുമെന്ന് റിപ്പോർട്ട്. വിശാഖപട്ടണം ഗോരഖ്പൂർ എക്സ്പ്രസ് ഞായർ ബുധൻ ദിവസങ്ങളിൽ ഭുവനേശ്വർ അങ്കുൽ ജാർസുഗുഡ വഴി സർവീസ് നടത്തിയേക്കും. 125 ഹൈടെക് ബസ്സുകൾ നിരത്തിലിറക്കി ഗുജറാത്ത്. 125 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കും. 20,000 പേർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി. ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെ നടത്തിയ സ്നോർക്കില്ലിംഗിന്റെ ഫോട്ടോകൾ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആവേശകരമായ അനുഭവമെന്ന തലക്കെട്ടിലാണ് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തത്. ചെന്നൈ വേദിയാകുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ച് ഉദയനിധി സ്റ്റാലിൻ. തമിഴ്നാട്ടിലെ കായിക രംഗത്തെ വികസനം ചർച്ചയായി. തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് ഫണ്ട് ലഭ്യമാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി ഉദയനിധി സ്റ്റാലിൻ. RBI നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് ലിംഡി ഏർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിന് പിഴ ചുമത്തി RBI. 50,000 രൂപ പിഴയൊടുക്കാൻ നിർദ്ദേശം. അതിർത്തിയിലെ പാകിസ്ഥാന്റെ ആയുധക്കടത്തിന് തടയിടാനായി ആന്റി ഡ്രോണുകൾ സ്ഥാപിക്കാൻ തുടങ്ങി ഇന്ത്യൻ സൈന്യം. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ഡ്രോണുകൾ സ്ഥാപിക്കുക. ഇന്ത്യൻ വ്യോമസേനയുടെ അഗ്നിവീർ വായു റിക്രൂട്ട്മെന്റിനുള്ള ഈ വർഷത്തെ രജിസ്ട്രേഷൻ ഈ മാസം തുടങ്ങും. 17 തുടങ്ങുന്ന രജിസ്ട്രേഷൻ ഫെബ്രുവരി 6 അവസാനിക്കും. മാർച്ച് 17 പരീക്ഷ. രാജസ്ഥാനിൽ നടക്കുന്ന DGP, IGP-മാരുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ജയ്പൂരിലെ ഇന്റർനാഷണൽ സെന്ററിലാണ് സമ്മേളനം. രാജ്യാന്തര വാർത്തകൾ. മ്യാൻമറിന്റെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് 9,000 തടവുകാർക്ക് മാപ്പ് നൽകി സർക്കാർ. മോചിക്കപ്പെട്ടവരിൽ 114 പേർ വിദേശ പൗരന്മാർ. ജപ്പാനിലെ ഭൂകമ്പത്തിൽ ഇനി കണ്ടെത്താനുള്ളത് 50 പേരെയെന്ന് റിപ്പോർട്ട്. പുതുവത്സര ദിനത്തിലുണ്ടായ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടത് 78 പേർ, പരിക്കേറ്റ 330 പേർ ചികിത്സയിൽ. കനത്ത മഞ്ഞുവീഴ്ചയിൽ സ്വീഡനിൽ റോഡ് ഗതാഗതം താറുമാറായി. റോഡിൽ കുടുങ്ങിക്കിടക്കുന്നത് 1000-ലധികം വാഹനങ്ങൾ. ഫിൻലാൻഡ്, നോർവേ എന്നിവിടങ്ങളിലും ശൈത്യം രൂക്ഷം. യുക്രൈന് ആയുധങ്ങൾ നൽകിയെന്ന വാർത്ത തള്ളി ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഇത്തരം കയറ്റുമതികളൊന്നും നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ജപ്പാനിലെ ഹനീഡയിൽ വിമാനത്തിന് തീപിടിച്ച വിവരം ജാപ്പനീസ് വിമാനത്തിന്റെ പൈലറ്റുമാർ അറിഞ്ഞിരുന്നില്ലെന്ന വിവരം. ഫ്ലൈറ്റ് അറ്റൻഡന്റാണ് തീപിടുത്തത്തെക്കുറിച്ച് തങ്ങളെ അറിയിച്ചതെന്ന് ജപ്പാൻ എയർലൈൻസ് വക്താവ്. വിവരം വൈകിയാണ് അറിഞ്ഞതെങ്കിലും രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത് റെക്കോർഡ് വേഗത്തിൽ. അയർലൻഡിലെ മലയാളികളുടെ സ്പോർട്സ് ക്ലബ്ബായ വൈക്കിംഗ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന് 9 ഏക്കർ ഭൂമി അനുവദിച്ച് വാട്ടർഫോർഡ് സിറ്റി കൗൺസിൽ. രേഖകൾ കൈമാറി കൗൺസിലർ ഇമൻ ക്യുൻലാൻ.
ബാഡ്മിന്റൺ, വടംവലി കോർട്ടുകളും അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഗ്രൗണ്ടുമാണ് അടുത്ത പദ്ധതിയെന്ന് ക്ലബ് ഭാരവാഹികൾ. എഴുത്തുകാരൻ സൽമാൻ റുഷ്ദിക്ക് നേരെ നടന്ന കത്തിയാക്രമണത്തിൽ വിചാരണ വൈകുന്നു. റുഷ്ദിയുടെ ഓർമ്മക്കുറിപ്പിന്റെ പ്രസിദ്ധീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിചാരണ വൈകുന്നതെന്ന് റിപ്പോർട്ടുകൾ. പുസ്തകം അവലോകനം ചെയ്യാൻ തങ്ങൾക്ക് അർഹതയുണ്ടെന്ന് പ്രതിഭാഗം. റുഷ്ദിക്ക് നേരെ ആക്രമണം ഉണ്ടായത് 2022 ഓഗസ്റ്റ് 12-ന്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഖ്വയിൽ കുഴിബോംബ് സ്ഫോടനം, 3 പേർ കൊല്ലപ്പെട്ടു. പോലീസ് അന്വേഷണം തുടരുന്നു. കുവൈറ്റിന് പുതിയ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് സബ സാലിം നിയമിതനായി. കുവൈറ്റ് വിദേശകാര്യമന്ത്രിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് സഹ സാലിം സാമ്പത്തിക ശാസ്ത്രത്തിൽ വിദഗ്ധൻ. സൗദിയിൽ സർക്കാർ കരാറുകൾ ലഭിക്കുന്നതിൽ വിദേശ കമ്പനികൾക്ക് ഇളവ്. മേഖലാ ആസ്ഥാനം സൗദിയിൽ അല്ലാത്ത കമ്പനികൾക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ കരാറിന് അവസരം. പുറത്തുനിന്നുള്ള കമ്പനികൾക്ക് കരാർ നൽകുന്നത് നിരീക്ഷിക്കാൻ പ്രത്യേക കമ്മിറ്റിയും. കുവൈറ്റിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള എല്ലാ പൊതുമേഖലാ ജീവനക്കാരുടെയും സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ തീരുമാനം. ഇത് സംബന്ധിച്ച് സിവിൽ സർവീസ് കമ്മീഷൻ എല്ലാ സർക്കാർ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി. ഗൾഫ് മേഖലയിൽ ഇന്ധനവില ഏറ്റവും കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈറ്റിന് 1ാം സ്ഥാനം. 2019-2022 വർഷങ്ങളിലെ ഇന്ധനവില നിലവാരം സംബന്ധിച്ച് അന്താരാഷ്ട്ര നാണയനിധി തയ്യാറാക്കിയ സ്ഥിതിവിവര റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തൽ. സൗദിയിലെ അസീറിൽ മേഖലയിൽ ഇഖാമയുടെ കാലാവധി തീർന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കും. മേഖലയിലെ ലേബർ ഓഫീസിനാണ് ഇക്കാര്യം അറിയിച്ചത്. ബിസിനസ് ന്യൂസ്. 150 ബോയിംഗ് വിമാനങ്ങൾ വാങ്ങാനൊരുങ്ങി ആകാശ എയർ. ബോയിംഗ് 737 മാക്സ് വിമാനങ്ങളാണ് വാങ്ങുക. ഡിജിറ്റൽ ഇടപാട് സേവനങ്ങളിലേക്ക് കടക്കാനൊരുങ്ങി ടാറ്റ ഗ്രൂപ്പ്. കമ്പനിയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പായ ടാറ്റ പേയ്മെന്റിന് അഗ്രിഗേറ്റർ ലൈസൻസ് അനുവദിച്ച് റിസർവ് ബാങ്ക്. ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയവ പോലുള്ള ഡിജിറ്റൽ ഇടപാടുകൾക്കുള്ള പ്ലാറ്റ്ഫോമാണ് ടാറ്റ പേ. ചെറുകിട ഇടത്തരം വ്യവസായികൾക്ക് ധനസഹായത്തിന് സമീപിക്കാൻ കഴിയുന്നത് ബാങ്കുകളേക്കാൾ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായാണെന്ന് റിസർവ് ബാങ്ക് റിപ്പോർട്ട്. 2023 MSME വായ്പകളിൽ ഉണ്ടായത് 12.4% വർധന. രാജ്യത്ത് വെളുത്തുള്ളി വില കുതിച്ചുയരുന്നു. 1 കിലോയ്ക്ക് വില 250 മുതൽ 350 രൂപ വരെയായി. സ്പോർട്സ് ന്യൂസ്. ബ്രസീലിന്റെ പുതിയ പരിശീലകനായി എത്തുന്നുവെന്ന അഭ്യൂഹങ്ങൾ തള്ളി ജോസെ മൗറീഞ്ഞോ. പരിശീലകനായി എത്തണമെന്ന് ബ്രസീൽ തന്നെ അറിയിച്ചിട്ടില്ലെന്ന് ജോസെ മൗറീഞ്ഞോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം സാൻജോ വീണ്ടും ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ. സാൻജോ ഉടൻ ജർമ്മനിയിലെത്തി കരാർ നടപടികൾ പൂർത്തിയാക്കിയേക്കും. പരിശീലകന് എതിരെ പരസ്യമായി രംഗത്ത് വന്നതിനു ശേഷം ഇതുവരെ ക്ലബിനായി താരം കളിച്ചിരുന്നില്ല. ക്രിക്കറ്റ് ടെസ്റ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി ബാറ്റർ ധനഞ്ജയ ഡി സിൽവയെ പ്രഖ്യാപിച്ച് ശ്രീലങ്ക. ഇതോടെ 3 ഫോർമാറ്റിൽ 3 വ്യത്യസ്ത ക്യാപ്റ്റന്മാരാകും ശ്രീലങ്കയ്ക്കുണ്ടാവുക. 100 ന്യൂസിലേക്ക് വീണ്ടും. ഇനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ഷൈൻ ടോം ചാക്കോ ചിത്രം വിവേകാനന്ദൻ വൈറലാണെന്ന സിനിമയുടെ ടീസർ പുറത്ത്. ഗ്രേസ് ആന്റണി, സാസ്വിക, മെറീന മൈക്കിൾ, അനുഷ രാജൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ. ഹരിനാരായണനാണ് വരികൾ, ബിജിപാലാണ് സംഗീതം. കോട്ടയം രമേശും രാഹുൽ മാധവും ഒന്നിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ പാളയം PC ഇന്ന് തിയേറ്ററുകളിൽ. VM അനിലാണ് സംവിധാനം. സത്യചന്ദ്രൻ പോയിൽക്കാവാണ് കഥ, തിരക്കഥ, സംഭാഷണം. മാളികപ്പുറം ടീം വീണ്ടും ഒന്നിക്കുന്നു. സംവിധായകൻ വിഷ്ണു ശശിശങ്കറും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും വീണ്ടും ഒരുമിക്കുന്ന ചിത്രത്തിൽ മാളികപ്പുറത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദേവനന്ദയും ശ്രീപത്യാനും എത്തും. ആദിവാസികൾ മാത്രം അഭിനയിച്ച സിനിമ ധബാരി കുരുവി ഇന്ന് തിയേറ്ററുകളിൽ. ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഇരുള ഭാഷയിൽ. സംവിധാനം പ്രിയനന്ദനൻ. മമ്മൂട്ടിയെയും ജ്യോതികയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദ കോർ OTT-യിൽ. ഇന്നു മുതലാണ് ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. വൈറൽ ട്രെൻഡ്സ്. ഭാര്യയും മകനും തമ്മിൽ ഗംഭീര വഴക്ക്. രണ്ടുപേരെയും സമാധാനിപ്പിക്കാൻ പാടുപെട്ട് ഭർത്താവ്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഒരു തത്ത സൈക്കിൾ ചവിട്ടാൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെ ഈ വീഡിയോയിൽ കാണാം. വീണ്ടും വൈറലായി അച്ഛന്റെയും മകളുടെയും ഡാൻസ് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ.
വൈറലായി കുട്ടിപ്പാട്ടുകാരൻ, കുട്ടിഗായകന് കൈയടിച്ച് നെറ്റിസൻസ്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നായയുടെയും യുവാവിന്റെയും ബൈക്ക് യാത്ര. ബൈക്കിന് പിന്നിലിരുന്ന് യാത്ര ആസ്വദിക്കുന്ന നായയെ ഈ വീഡിയോയിൽ കാണാം. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഫാഷൻ ഷോ ആണ് ഇപ്പോൾ വൈറൽ. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. ഫാക്ട് ചെക്ക്. അയോധ്യയിൽ നിന്നുള്ളതാണെന്ന് അവകാശപ്പെട്ട് സന്യാസിമാർ പൂജ ചെയ്യുന്ന ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദൃശ്യം അയോധ്യയിൽ നിന്നുള്ളതല്ല. ഹരിയാനയിലെ ശ്രീ ബാബ മസ്നാഥ് മന്ദിറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. അമേരിക്കയിലെ സ്കൂളിൽ വെടിവെപ്പ്. സ്കൂളിൽ വെടിയുതിർത്ത് 17-കാരൻ. 6-ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ടു. 5 പേർക്ക് പരിക്ക്. സംഭവം അയോവയിലെ പെറി ഹൈസ്കൂളിൽ. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ചോട്ടിഗ്രാം പ്രദേശത്താണ് ഏറ്റുമുട്ടലുണ്ടായത്. ഗുജറാത്തിൽ മോട്ടോർ സൈക്കിൾ ഷോറൂമിൽ തീപിടുത്തം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ആളപായമില്ല. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ്. ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെ നിരവധി ട്രെയിനുകൾ വൈകി. ഗോവയിൽ ബ്രിട്ടീഷ് യുവതി മരിച്ച നിലയിൽ. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിൽ ഡ്രോൺ ആക്രമണം. പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് കമാൻഡർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിനു പിന്നിൽ അമേരിക്കയെന്ന് ഇറാഖ് സൈനിക വക്താവ്. പ്രതികരിക്കാതെ US എംബസി. ബിലാവൽ ഭൂട്ടോ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. മുൻ വിദേശകാര്യമന്ത്രിയായ ബിലാവൽ പാർട്ടി ചെയർമാനാണ്. ഫെബ്രുവരി 8-നാണ് പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ്. ഖാൻ യൂനിസിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. 32 പേർ കൊല്ലപ്പെട്ടു. റഫേൽ 5 മരണം.